കോഴിക്കോട് തീപിടുത്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കടകൾ ഇന്ന് തുറക്കും. മേയറും വ്യാപാരികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. വിശദാംശങ്ങളുമായി അബിന ചേരുന്നുണ്ട്. അബിന, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് തീപിടുത്തത്തെ തുടർന്ന് കടകളെല്ലാം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കടകൾ തുറക്കും. മേയറും വ്യാപാരികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാരികൾ എല്ലാവരും ഇന്ന് കട തുറന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം 40ഓളം കടകളാണ് തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ കടകളെല്ലാം ഇപ്പോൾ ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ എത്തിപ്പെടുന്ന ഇടം തന്നെയാണ്. ഇവരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയിലാണ് ഉള്ളത്. ചേട്ടാ, ആശ്വാസകരമല്ലേ ഈ ഒരു കട തുറന്നത്? ആശ്വാസകരം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കണ്ടില്ല, ഫുള്ള് ഡാമേജ്, സാധനം ഒഴിവാക്കാണ്, ഒരുപാട് നഷ്ടം വന്ന് നമുക്ക് പണിയില്ല, ഒക്കെ പ്രയാസമാണ്. ഇപ്പോൾ വരികയും വീണ്ടും പ്രതീക്ഷയിൽ തുറക്കുകയാണ്. ശരിയായി. ഇപ്പോൾ മഴയാണ്, ഒക്കെ ബുദ്ധിമുട്ടാണ്. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഇവിടെ പോയി കുറച്ച് ഈ ഫുഡിൻ്റെ അത് മാത്രം നാശം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നോക്കണം, വെള്ളം വെച്ചിട്ടുണ്ട്, മുകളിലുള്ള വെള്ളം വരുന്നുണ്ട്. തുറന്നതാണ്, ബാക്കിയൊക്കെ ഇനി നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഇപ്പോഴും വെള്ളം വീഴുന്നുണ്ട്. ആളുകൾക്ക് ഇതിൽ നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഈ മുകളിൽ നിന്ന്, നമുക്കറിയാം ഈ ടെക്സ്റ്റൈൽസ് മുകളിലാണ് ഉണ്ടായിരുന്നത്, കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ്. ഈ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം വീഴുന്നുണ്ട്. ആളുകൾക്ക് കയറാനൊന്നും നടക്കാനൊന്നും കഴിയാത്ത രീതിയിലാണുള്ളത്. നിലവിൽ മുകളിലത്തെ നിലയിൽ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. കാരണം മുകളിലേക്കുള്ള വഴിയെല്ലാം ഇതുപോലെ സീൽ ചെയ്ത് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഇതിന്റെ മുകളിലാണ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നത്, ഇതിന് മുകളിലാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക്, ഇതിന്റെ മുകളിലേക്കുള്ള മറ്റ് കടകളൊന്നും തുറന്നിട്ടില്ല. അതിന് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയൊന്നും നൽകിയിട്ടില്ല. നിലവിലെ ഒരു സാഹചര്യം വെച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. കടകളെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിക്കാതെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മേയറും വ്യാപാരികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാവുന്നത്. നിലവിൽ ഇപ്പോഴും ഇവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ വൈദ്യുതി ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കടകൾ തുടരാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഈ ഫാൻസി കടകളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ, ആളുകൾ വരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? എന്താണ് അവസ്ഥ? ഈ കയറൊക്കെ കഴിച്ചാലേ ആൾക്കാർ വരുള്ളൂ. തുറന്നിട്ട് കറണ്ടും ഇല്ല, ആകെ വെള്ളവും എല്ലാം കൂടി ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർ ഈ കയറ് കഴിച്ചാൽ ആൾക്കാർ വരുമാനിക്കാം. പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. പ്രതീക്ഷയോടെ ഒരാഴ്ച 8 ദിവസമായിട്ട് തുറക്കാണ്ടുള്ള ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത്. മേയർ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചർച്ചയിൽ? അതേ അറിയില്ല. മുതലാളിനോട് അവരെന്താ കൂടിയാലോചിച്ചാൽ അറിയില്ല. മറ്റ് നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു? നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതായത് ഇവരുടെ സംബന്ധിച്ചിടത്തോളം കട തുറക്കുക എന്നതിൽ പരം ഇവിടെ ഈ ഒരു തീപിടുത്തം ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഇവിടെ ഈ കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ കയറുകളൊന്നും ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയും, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്നതിനായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയും നിലവിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ ഈ മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ ലോട്ടറി കച്ചവടങ്ങളെല്ലാം തന്നെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു കടകളൊക്കെ ഉണ്ട്. ചേട്ടാ, ആളുകൾ വരുന്നുണ്ടോ വാങ്ങിക്കാൻ? തീരെ ആളൊന്നും വരുന്നില്ല. ഇനി ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തതിനെ കൊണ്ട് ഇനി എന്താ സ്ഥിതി എന്ന് അറിയൂല. നിലവിൽ കച്ചവടമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം നടക്കില്ല, നമുക്ക് നഷ്ടങ്ങൾ വരും. അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഉള്ളത്. ഇനിയിപ്പോൾ എന്തെന്നാ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് അറിയൂല. നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? താഴോട്ടൊന്നും അങ്ങനെ നഷ്ടമൊന്നും ഉണ്ടായില്ല. മേലെ മൊത്തം കത്തിപ്പോയിക്കാളും, താഴൊന്നും നഷ്ടം ഉണ്ടായിട്ടില്ല. വേറെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചർച്ചയിൽ നിന്നും? അല്ല, ഇന്ന് തുറക്കാൻ ഓർഡർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെന്നാന്നുള്ള തുടർ നടപടിയൊന്നും അറിയില്ല. പ്രതീക്ഷയോടെയാണ് വന്നിട്ടുള്ളത്. അതെ. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനിയിപ്പം മഴയും കൂടി ആയതിനെ കൊണ്ട് എങ്ങനെയാ സ്ഥിതികൾ എന്നൊന്നും അറിയില്ല.
അത് തന്നെയാണ്. അതായത് വരുമോ സാധനങ്ങൾ വാങ്ങിക്കുമോ? അപ്പോൾ ഈ ലോട്ടറി കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാങ്ങാൻ പോലും ആളുകൾ എത്തുന്നില്ല എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു, അതോടൊപ്പം തന്നെ ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് താഴെ നിന്നും വെള്ളം ഒലിക്കുന്നു. അതോടൊപ്പം ഈ തീപിടുത്തമുണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്ത് ബേക്കറി കട ഉടമകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ബേക്കറി സാധനങ്ങളെല്ലാം ബേക്കറി സാധനങ്ങളെല്ലാം ചേട്ടാ ഈ ഹോട്ടൽ എന്താണ് അവസ്ഥ? പൊതുവേ എന്ന് പറയുക വെച്ചാൽ ഇവിടെ ഈ കയറൊക്കെ കെട്ടിയതിനെ കൊണ്ട് ആൾ വരില്ല. കച്ചവടം വളരെ മോശമായിരിക്കും. ഒരുപാട് നഷ്ടങ്ങളുണ്ട് എല്ലാ കടക്കാർക്കും. ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കടയാണല്ലോ, അപ്പം എങ്ങനെയാ? കറണ്ടും ഇല്ല. ജനറേറ്റർ വെച്ചിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിന് ഒരുപാട് ചിലവ് വരും. ഒരു ഡെയിലി ജനറേറ്ററിന് 2500 റുപ്യ പെട്രോൾ അടക്കം വരും. എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? എങ്ങനെയാ? അധികൃതരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ്. അത്രേ ഉള്ളൂ. മുൻപ് മേയറുമായിട്ടൊരു ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ചർച്ച നല്ല ചർച്ചേന്, തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനമാണ് മേയർ എടുത്തത്. വളരെ സന്തോഷമുണ്ടല്ല. ഡാമേജസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഡാമേജ് പീടിയൻ്റെ ബോർഡ്, കുറച്ച് സാധനങ്ങൾ, ഐസ്ക്രീം, പിന്നെ വെള്ളം, അങ്ങനത്തെ ഒക്കെ ഒരു 10-50,000 റുപ്യൻ്റെ മേലെ നഷ്ടമുണ്ടാവും. പിന്നെ പാല്, ബാക്കിയുള്ള പാല് 5 മണിക്കാണല്ലോ ഇപ്പം നല്ല കച്ചവടം നടക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. വൃത്തിയാക്കലുകളൊക്കെ ഏകദേശം പൂർത്തിയായി. വൃത്തിയാക്കൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെറുങ്ങനെ ഒരു കച്ചവടമായിട്ട് ഇങ്ങനെ തുറന്നൊക്കെയാണെന്ന് വെച്ചാൽ വാടക കിട്ടില്ല. 4 പണിക്കാർ, ഓരോ കൂലി, വാടക, അതൊക്കെ വലിയ പ്രശ്നമാണ്. തീർച്ചയായും അതായത് ചെറിയൊരു ആശങ്കയല്ല വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, വലിയ ഒരു ആശങ്ക തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കറണ്ടില്ല, അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ വാടക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പേടിയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ചെറിയൊരു ആശങ്കയൊന്നുമല്ല ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്താണെങ്കിലും ചെറിയൊരു ആശങ്കയൊന്നുമല്ല നിലനിൽക്കുന്നത്. കാരണം ഇവിടേക്ക് ഈ എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വ്യാപാരികൾക്ക് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും മറുവശത്ത് ഇവർ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഇപ്പോൾ ഈ കൂൾബാറൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരവധി നാശനഷ്ടങ്ങൾ, പാലും അതുപോലെ തന്നെ ഐസ്ക്രീം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ജനറേറ്റർ, വൈദ്യുതി സ്ഥാപിക്കുക എന്നുള്ളത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലൂടെ സമ്മതത്തോടും അതോടൊപ്പം തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇനി ഇവിടെ ഈ ഒരു കെട്ടിടം പഴയ സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പഴയ സ്ഥിതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, സമയമെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആളുകൾ ഈ വൃത്തിയാക്കലുകളിലേക്കാണ് ആളുകൾ ഇപ്പോഴും ഉള്ളത്. ഈ കടകളിൽ മധുരപലഹാരങ്ങളെല്ലാം വെക്കുന്ന കടകളിൽ ഇപ്പോഴും ആളുകൾ ഈ വൃത്തിയാക്കലുകളും അതോടൊപ്പം തന്നെ ഈ പാൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നശിച്ചു പോയൊരു ഘട്ടമാണ്. അതെല്ലാം മാറ്റി പുതിയതായി അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകുകയാണ് ഇപ്പോൾ. നമുക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഇവർക്ക് തിരിച്ചു പോവേണ്ടതുണ്ട്. അതിനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ 1-2 കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇവിടേക്ക് വരുന്നുള്ളൂ. ഒരു ഭാഗത്ത് മഴ കാരണം ഈ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിൽ നിന്നും മുകളിലെ നിലയിൽ നിന്നും വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിന്നെല്ലാം ഇനി അതിജീവിക്കേണ്ടതുണ്ട്. ആളുകളുടെ വ്യാപാരികളുടെ ഈ ഒരു ആശങ്ക മാറ്റേണ്ടതുണ്ട്. ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ കടകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പഴയതുപോലെ ഇവരുടെ ആശങ്കകൾ മാറ്റി പഴയതുപോലെ പ്രവർത്തിക്കാനുള്ള എല്ലാ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് വ്യാപാരികൾക്ക് പ്രധാനമായും ആവശ്യപ്പെടാനുള്ളത്. വൃന്ദ, ശരി, വ്യക്തം.